Good morning. Let us today see what is controlling and what is the concept of controlling, what are the characteristics of controlling, steps, limitations, and tools of controlling. As you have already studied in the plus 1 and plus 2, controlling is not a difficult process for you. And let us see what is the concept of controlling. So as you know, controlling in the പറയുമ്പോൾ it is to check whether the plans are being implemented in a correct manner. നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് നമ്മൾ കൺട്രോൾ ചെയ്യണത്. വൺസ് വെൻ യു സ്റ്റാർട്ട് വർക്കിംഗ് സം സോർട്ട് ഓഫ് കൺട്രോളിങ് ഇസ് ദെയർ, അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ഡീവിയേറ്റഡ് ഫ്രം ദ പ്ലാൻസ്, റൈറ്റ്? So controlling is determining in advance what is being accomplished, that is being evaluating the performance, and if necessary apply the correct measures. എന്താണ് അക്കംപ്ലിഷ് ചെയ്യണത് എന്ന് ഡിറ്റർമൈൻ ചെയ്യാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ എന്താ ഉണ്ടാവുക? പെർഫോമൻസ് ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു ദ പ്ലാൻ. ക്ലിയർ? എന്ത് നടക്കുകയാണെങ്കിലും പ്ലാനിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് കൺട്രോളിങ്. അതിനെ ഹെൽപ്പ് ചെയ്യുക ചെയ്യണത്. പ്ലാൻ കൃത്യമായി പ്രോഗ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ കൺട്രോളിങ് വിൽ നോട്ട് ബി പ്രോപ്പർ. അപ്പോൾ സോ ഇൻ ഓർഡർ ടു മേക്ക് ദ പ്ലാൻ to take place in a good way, this controlling is done. Clear? So that's all about controlling. What is a concept, and let us see what is the characteristics of controlling. Controlling in the characteristics എന്ന് പറയുമ്പോൾ നമുക്കറിയണ പോലെ ഇതൊരു മാനേജീരിയൽ ഫങ്ഷനാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ക്ലിയർ? കൺട്രോളിങ് അതുകൊണ്ട് ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്. കൺട്രോളിങ് ഫോർവേഡ് ലുക്കിംഗ് ആണ്. കാരണം പണ്ടത്തെ കാര്യങ്ങൾ കഴിഞ്ഞു, അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഭാവി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. പഴയ പെർഫോമൻസ് വെച്ചിട്ട് നാളെ എന്തെന്നുള്ളത് കൺട്രോൾ ചെയ്യാനാണ് പ്ലാനിങ്, കൺട്രോളിങ് നോക്കണത്. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് കൺട്രോളിങ്. Clear? It's always related to planning, and it is the controlling of control എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ എസെൻസ് എന്ന് പറഞ്ഞത് ആക്ഷൻ ആണ്. ക്ലിയർ? ഒന്നും പെർഫോമൻസ് ഒന്നും കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ അവിടെ കൺട്രോളിങ് ആവശ്യമുണ്ട്. കറക്റ്റീവ് ആക്ഷൻ എന്ന് ആണ് നമ്മളവിടെ പറയുന്നത്. ആ കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നതിനെയാണ്. അപ്പോൾ എസെൻസ് ഓഫ് കൺട്രോളിങ് ഇസ് ഓൾവേസ് ആക്ഷൻ. So these are the characteristics of controlling. It's a managerial function, forward looking, continuous activity. Controlling is related to planning, and the essence of controlling is action, right? And now let us see the steps. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക്. And the steps of controlling is setting up of standards. അതാണ് നമ്മുടെ ആദ്യത്തെ ഫങ്ഷനായിട്ട് ആക്ട് ചെയ്യണത്. എല്ലാ എൻ്റർപ്രൈസും പ്ലാൻ ചെയ്യണം അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ ആ പ്ലാനിങ്ങിൻ്റെ ബേസിൽ എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കൺട്രോളിൻ്റെ എസെൻസ്. ക്ലിയർ? ടൈംലി ആവണം കൺട്രോൾ ചെയ്യണത്, എന്നാൽ മാത്രമേ ലോസ് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? എക്കണോമിക്കലായിട്ടുള്ള ഒബ്സർവേഷൻ്റെ ബേസിസിലാവും കൺട്രോൾ ചെയ്യേണ്ടത്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ കൺട്രോളിങ് ഉണ്ടായാൽ മാത്രമേ പെർഫോമൻസ് ബാലൻസ്ഡ് ആക്കാൻ പറ്റുള്ളൂ. So setting up of the standard is the first important step of controlling. And next is you are measuring the performance. എന്താണ് ആക്ച്വലി ഉള്ളത് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാണ്. ആക്ച്വലി മെഷർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. കാരണം മെഷർ ചെയ്താൽ മാത്രമേ ഡീവിയേഷൻ ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡീവിയേഷൻ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് കാര്യമില്ല ഇത് ചെയ്തതുകൊണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് കമ്പയറിങ് ദ ആക്ച്വൽ ആൻഡ് ദ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. ആക്ച്വലി ഉള്ള നമ്മുടെ പെർഫോമൻസും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെർഫോമൻസും നമ്മൾ കമ്പയർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഡീവിയേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും മാത്രമല്ല ഡീവിയേഷൻസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിറ്റർമൈൻ ദ റീസൺസ് ഫോർ സച്ച് ഡീവിയേഷൻ. ബോത്ത് ഇസ് ബീങ് ചെക്ക്ഡ് ഇൻ ഡീറ്റെയിൽ. അത് രണ്ടും കൃത്യമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പോൾ ഡീവിയേഷൻസ് ഒരു അലവബിൾ ലിമിറ്റ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് ബിയോണ്ട് ദ അലവബിൾ ലിമിറ്റ്സ് ദെൻ ഇറ്റ് ഈസ് എ ബിറ്റ് ടു ബി വറീഡ് ആൻഡ് അർജൻറ്റ് ആക്ഷൻ നീഡ് ടു ബി ടേക്കൺ. അവിടെയാണ് നമ്മളെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷന് ഇമ്പോർട്ടൻസ് വരുന്നത്. ക്ലിയർ? പെർഫോമൻസ് അപ് ടു ദ ലെവൽ അല്ലെങ്കിൽ
നമുക്ക് പിന്നെ ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യും. അപ്പോൾ പെർഫോമൻസ് എങ്ങനെയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കമ്പയറിംഗ് ദ ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആൻഡ് കറക്റ്റിംഗ് ഡീവിയേഷൻസ്. And correcting deviations, taking the corrective action is the last step. Last but important step in controlling process is to take the corrective action. If the performance is less than the standard, you should try to make the performance a bit more than the standard. അപ്പോൾ ഒരു കൺട്രോളിങ് പ്രോസസ്സും ഈ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. കൺട്രോളിങ് മിസ്റ്റേക്സ് ഇല്ല വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു കൺട്രോളിങ്ങിൽ നമ്മുടെ പ്ലാൻസ് റിവ്യൂ ചെയ്യാനും നമ്മുടെ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് അതിൻ്റെ ഡയറക്ഷൻ എല്ലാം കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ്, സെറ്റിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്, മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്, കമ്പയറിംഗ് ദ ആക്ച്വൽ ആൻഡ് ദ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആൻഡ് ടേക്കിംഗ് ദ കറക്റ്റീവ് ആക്ഷൻ. ആൻഡ് നൗ ലെറ്റ് us see the limitations. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയണത്. ഈ ലിമിറ്റേഷൻസ് ആണ് കൺട്രോളിൻ്റെ. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും നമ്മൾക്ക്. എഫക്റ്റീവ് കൺട്രോളിങ് സിസ്റ്റം ഉണ്ടാവും, പക്ഷേ നമുക്കൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഗവൺമെൻറ് പോളിസിയിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ്, ഇതുകൊണ്ടൊക്കെ നമ്മൾക്ക് കൺട്രോളിങ് സിസ്റ്റം കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ആൻഡ് നല്ലൊരു കൺട്രോളിങ് സിസ്റ്റം കുറച്ച് എക്സ്പെൻസീവാണ്, ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവാറുണ്ട്. കാരണം ഓരോരുത്തരെയും ഇതുവരെ ചെയ്തതൊക്കെ കൺട്രോൾ ചെയ്യാൻ കൃത്യമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതൊക്കെ ഇറ്റ് റിക്വയർസ് മോർ ടൈം, ഇറ്റ് റിക്വയർസ് മോർ എഫേർട്ട് ആൻഡ് ഹെൻസ് ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് മോർ എക്സ്പെൻസീവ് ഓൾസോ. ക്ലിയർ? ആൻഡ് ലാക്ക് ഓഫ് സാറ്റിസ്ഫാക്ടറി സ്റ്റാൻഡേർഡ്സ്. എപ്പോഴും പെർഫോമൻസ് ഓഫ് സർട്ടൈൻ ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ഹ്യൂമൻ ബിഹേവിയർ കനോട്ട് ബി ഫിക്സ്ഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ്ലി ഫിക്സ് ചെയ്യാൻ നമുക്ക് ചില സമയത്ത് സ്റ്റാൻഡേർഡ്സ് പറ്റില്ല. അപ്പോൾ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ കമ്പയറിങ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ്സിൻ്റെ അഭാവം കൺട്രോൾ സിസ്റ്റമിൻ്റെ എപ്പോഴും ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യണത്. ആൻഡ് ഫർദർ ഓപ്പോസിഷൻ ഫ്രം നമ്മളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ സ്റ്റിഫ് റെസിസ്റ്റൻസ് ഇസ് ദെയർ ഫ്രം അവർ പാർട്ട്. ഇപ്പോൾ നിങ്ങളുടെ മുകളിലായാലും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതേമാതിരി തന്നെയാണ് വെൻ സബോർഡിനേറ്റ്സ് ആർ try to be controlled by the top management, there is a stiff resistance or opposition from the subordinates on the part of that. Clear? So അവരുടെ opposition ഉണ്ടാവുമ്പോൾ പിന്നെ അതൊരു മെയിൻ ലിമിറ്റേഷൻ ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യണത്. ക്ലിയർ? So these are the limitations of controlling. And now let us see the control techniques and tools. കൺട്രോൾ ടെക്നിക്സ് ആൻഡ് ടൂൾസ് പറയുമ്പോൾ ആദ്യത്തെ കൺട്രോൾ ടെക്നിക്ക് ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ലെറ്റ് us speak about the budgeting alone now. ബഡ്ജറ്റിംഗ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ബഡ്ജറ്റാണ്? നമുക്ക് സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാവും. ബഡ്ജറ്റ് എന്താ? ബഡ്ജറ്റ് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന എക്സ്പെൻഡിച്ചർ മുൻകൂട്ടി തീരുമാനിച്ച് മുൻകൂട്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. നാളെ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയാണ് ആൻറ്റിസിപ്പേറ്ററി. മുന്നേ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ആ എക്സ്പെൻസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു വലിയ കൺട്രോളിങ് ടെക്നിക്കാണ്. കൺട്രോളിങ് ടെക്നിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ബഡ്ജറ്റിംഗ്. കാരണം എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസസ് ഒക്കെ കൺട്രോൾഡ് അല്ലാതെ പോകും. അപ്പം ഞാൻ പറയാം ഇത്ര രൂപയാണ് ചിലവാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ യു വിൽ ട്രൈ ടു റെഗുലേറ്റ് ഓർ യു വിൽ ട്രൈ ടു മേക്ക് ദാറ്റ് മണി വിത്തിൻ ദാറ്റ് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ യു ട്രൈ ടു കൺട്രോൾ. അല്ല നമുക്കാണെങ്കിലും ഒരു കൺട്രോളിങ് ടെക്നിക്ക് വരും. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ ടു യു, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചിലവാക്കാം, അല്ലെങ്കിൽ നത്തിങ് ഇസ് ബീങ് ടോൾഡ് ടു യു എന്ന് പറഞ്ഞാൽ യു വിൽ സ്പെൻഡ് ആസ് മച്ച് ആസ് യു വാണ്ട്, ആസ് മച്ച് ആസ് യു ലൈക്ക്. അപ്പോൾ ആ ഒരു അപ്രോച്ചിലേക്ക് പോകും. അപ്പോൾ ബഡ്ജറ്റിങ്ങിന് ഭയങ്കര റെലവൻസ് ആണ്. യു ഹാവ് സെയിൽസ് ബഡ്ജറ്റ്. നമ്മൾ സെയിൽസിന് ബഡ്ജറ്റ് ഉണ്ട്. കാരണം സെയിൽസിൻ്റെ എത്ര ഫിഗറാണ് സെയിൽസിന് വേണ്ടി വരിക. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ് സെയിൽസ് ബഡ്ജറ്റ്. പണ്ടത്തെ സെയിൽസ് ഫിഗറും അതിപ്പോൾ സെയിൽസിന് ഒരു ബഡ്ജറ്റ് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഒരു കൃത്യമായ ധാരണ ഇല്ലാതെയും വിൽക്കുക. ടാർജറ്റ് കൊടുക്കും പലപ്പോഴും പല ഓഫീസേഴ്സും. അതേപോലെ മുമ്പ് എത്രയാണോ സെയിൽസ് അതിനേക്കാളും കൂടുതലായിരിക്കണം ഇനി വരാൻ പോണ സെയില്. അപ്പോൾ സെയിൽസ്മാൻ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ നോക്കിയിട്ട്, റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട്, സീസണൽ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ടാണ് സെയിൽസിന് ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ സെയിൽസ് ബഡ്ജറ്റ് ഇസ് ദെയർ. ടൈപ്സ് ഓഫ് ബഡ്ജറ്റാണ്. ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബഡ്ജറ്റ് ഇസ് ദെയർ. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ട്, മെറ്റീരിയൽസ് ബഡ്ജറ്റ് യു ഹാവ്.
മെറ്റീരിയൽസ്, നമ്മൾ എത്ര മെറ്റീരിയൽ വാങ്ങണം എന്ന് തീരുമാനിക്കാൻ വരെ നമുക്ക് ബഡ്ജറ്റ് ഉണ്ട്. ഡയറക്റ്റ് ലേബർ ബഡ്ജറ്റ് ഇസ് ദർ, അതായത് എത്ര രൂപ നമ്മൾ സാലറി ഇനത്തിൽ നമ്മൾ കൊടുക്കണം ലേബറേഴ്സിന്, അതുവരെ ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടാണ്. ക്ലിയർ? മാനുഫാക്ചറിങ് ബഡ്ജറ്റ് ഉണ്ട്, കാരണം നമുക്ക് ഒരു സാധനം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്ര ലേബർ വേണം, എത്ര മെറ്റീരിയൽ വേണം, എത്ര ഓവർ ഹെഡ്സ് വേണം, എക്സ്പെൻസസ് ഒക്കെ കണക്കാക്കിയിട്ടാണ് നമ്മൾ. ഈവൻ ക്യാഷ് ബഡ്ജറ്റ് യു ഹാവ്. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും ഭാവിയിൽ എത്ര റെസീപ്റ്റും എത്ര പേയ്മെൻറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണതാണ് ക്യാഷ് ബഡ്ജറ്റ്. ക്ലിയർ? ആൻഡ് യു ഹാവ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഓൾസോ. അതൊരു ലേറ്റസ്റ്റ് ടെക്നിക്കാണ് ബഡ്ജറ്റിങ്ങിൽ. 1962 ആണ് ആദ്യമായിട്ട് ആ ടെക്നിക്ക്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിൻ്റെ ടെക്നിക്ക് കൊണ്ടുവന്നത്. ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് എന്നാണ് പറയുക. അതായത് നോർമലി നമ്മൾ എന്താ ചെയ്യുക, പഴയ കൊല്ലത്തെ ബഡ്ജറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ കൊല്ലത്തെ ബഡ്ജറ്റ് ഉണ്ടാക്കുക. പക്ഷേ സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിൽ അങ്ങനെയല്ല. ഓരോ വർഷവും പുതിയ ഇയർ ആയിട്ട് പഴയ ഇയറിനെ ബേസ് ആക്കി വെച്ചിട്ടല്ല ചെയ്യുക. ഓരോ വർഷം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പുതിയ ബഡ്ജറ്റാണ് ഉണ്ടാവുക. അപ്പോൾ ചില സമയത്ത് അത് നല്ലതാണ്, കാരണം പണ്ടത്തെ ബേസ് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് കുറവാകും. പക്ഷേ സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിൽ അങ്ങനെയല്ല. ഈച്ച് ഇയർ ഇസ് കൺസിഡേർഡ് ആസ് എ ഫ്രഷ് ആൻഡ് ന്യൂ ഇയർ, ആൻഡ് ലാസ്റ്റ് ഇയർ ഇസ് നോട്ട് ടേക്കൺ ഓർ ദർ ഇസ് നോ ബേസ് ഇയർ. യു ആർ നോട്ട് ഫോളോയിങ് ദ പാസ്റ്റ് പെർഫോമൻസ് ഓൾസോ. അപ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിന് അത്രയും റെലവൻസ് ഉണ്ട്. ആൻഡ് ദീസ് ആർ ഓൾ അബൌട്ട് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ബഡ്ജറ്ററി കൺട്രോളിന്. കാരണം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും, നല്ല കോർഡിനേഷൻ വരും നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ. ക്ലിയർ? അപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു എയിം ഉണ്ടാവും, നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടാവും. ഇറ്റ്സ് എക്കണോമിക്കൽ ഓൾസോ. ക്ലിയർ? കറക്റ്റീവ് ആക്ഷൻ എടുക്കാനൊക്കെ നമുക്ക് നല്ല എളുപ്പമാണ്. കോസ്റ്റ്, ഒരു നല്ലൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയണത്. ആൻഡ് നെക്സ്റ്റ് ഇസ് കോസ്റ്റ് കൺട്രോൾ. അടുത്തത് കോസ്റ്റ് കൺട്രോളാണ്. കോസ്റ്റിനെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റായിട്ടും വേരിയബിൾ കോസ്റ്റായിട്ടും സെമി വേരിയബിൾ കോസ്റ്റായിട്ടും ഒക്കെ വെക്കും. അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ സമയത്തിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കുന്ന കോസ്റ്റാണ്. അതായത് ഒരു പീരീഡിൽ ഇത്രയാണ് കോസ്റ്റ്. അതായത് നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ റൂമിന് കൊടുക്കുന്ന റെൻറ്റ് സെയിം ആണ്, അത് ഫിക്സഡ് കോസ്റ്റാണ്. ഇപ്പോൾ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ്. വേരിയബിൾ കോസ്റ്റ് അങ്ങനെയല്ല, ഇറ്റ് ഈസ് ഇൻ പ്രപ്പോർഷൻ ടു ദ ഔട്ട്പുട്ട്. ഇപ്പോൾ ഞാൻ പറയാം 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, 1000 യൂണിറ്റ്സിന് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ 1000 ആവും ചിലപ്പോൾ. അത് 500 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ വെച്ചാൽ റോ മെറ്റീരിയലിൻ്റെ വാല്യൂം കുറയും അല്ലേ? അപ്പോൾ അത് വേരിയബിളാണ്, ഇറ്റ് ഈസ് വേരിയബിൾ. ചില സമയത്ത് ചിലത് സെമി വേരിയബിളാണ്. സപ്പോസ് ഇലക്ട്രിസിറ്റി ബില്ലിൽ ഒരു ഫിക്സഡ് ചാർജസ് ഉണ്ട് ഒരു ഭാഗം, പിന്നെ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നതിനനുസരിച്ചിട്ട് വേരിയബിൾ ആയിട്ടുള്ള സ്ലാബ്സും ഉണ്ട്, നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണതിനനുസരിച്ചിട്ടുള്ള ചിലവ്. അപ്പോൾ അതിനെ സെമി വേരിയബിൾ എക്സ്പെൻസസ് എന്നും പറയും. ഇത് മൂന്നും നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ് കോസ്റ്റ് കൺട്രോളിൽ നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ? ഈ ഓരോ എക്സ്പെൻസസും എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡീവിയേഷൻസ് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ഈ കോസ്റ്റ് കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ കോസ്റ്റ് നല്ലോണം കുറയ്ക്കാൻ പറ്റും. കോസ്റ്റ് എങ്ങാനും കൂടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്പം തന്നെ കറക്റ്റീവ് ആക്ഷൻ എടുക്കണം. ക്ലിയർ? ഇപ്പോൾ കോസ്റ്റ് കൺട്രോൾ സിസ്റ്റം എന്തിനാണ് വെച്ചാൽ എഫിഷ്യൻ്റ് ആണോ നമ്മുടെ ഓപ്പറേഷൻസ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് കോസ്റ്റ് കൺട്രോൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ടെൻഡറും കൊട്ടേഷനും ഒക്കെ വെച്ചിട്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ലോസ് വരാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് മുൻകൂട്ടി അറിയാൻ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സിൽ നമുക്ക് പോസിബിളാണ്. ക്ലിയർ? ആൻഡ് എപ്പോഴും കോസ്റ്റ് കൺട്രോളിങ് കൃത്യമായിട്ടുണ്ടെങ്കിലാണ് ഭാവിയിലുള്ള പ്രൊഡക്ഷൻ പോളിസീസിലൊക്കെ വല്ല മാറ്റം വരുത്താൻ പറ്റുമെന്ന് നമുക്കറിയുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ട്രഡീഷണൽ കൺട്രോളിങ് ടെക്നിക്സിൽ രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്, ബഡ്ജറ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോളും. ആൻഡ് നെക്സ്റ്റ് ഇസ് കോസ്റ്റ് കൺട്രോൾ. അടുത്തത് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കണില്ലേ, കൃത്യമായി പ്ലാൻ പ്രകാരം നടക്കണില്ലേ. പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി കാണാണ്. അതായത് ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുൻകൂട്ടി കാണാണ്, അതിനുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാം. ക്ലിയർ? പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ
നമ്മുടെ പ്രൊഡക്ഷൻ നല്ല രീതിയിലല്ലേ നടക്കണത്, പ്ലാൻഡ് ആയിട്ടുള്ള നമ്മളുടെ പ്ലാൻ പ്രകാരമല്ലേ നടക്കണത് എന്ന് ചെക്ക് ചെയ്യാനാണ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളിൽ നമുക്ക് കുറച്ചധികം ടെക്നിക്സ് ഉണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ റൂട്ടിംഗ് ആണ്. റൂട്ടിംഗ് ഇസ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക്. കൃത്യമായ റൂട്ടിലൂടെ അല്ലേ നടക്കണത്, ഫൈനൽ സ്റ്റേജ് വരെ കൃത്യമായ റൂട്ടിലൂടെ അല്ലേ നടക്കണമെന്ന് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡാണ് റൂട്ടിംഗ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂളിംഗ് ആണ്. സെക്കൻഡ് മെത്തേഡ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിങ് ഓഫ് ടൈം ആൻഡ് ഡേറ്റ് വെൻ ഈച്ച് ഓപ്പറേഷൻ ഇസ് ടു ബി കമൻസ്ഡ്. ഓരോന്നിനും കൃത്യമായ സമയം വെക്കുക എന്നുള്ളതാണ് ഷെഡ്യൂൾ ചെയ്യുക. അതായത് ഇന്ന പ്രോഗ്രാം ഇന്ന ദിവസം നടക്കണം, അത് ഇന്ന ദിവസം എൻഡ് ചെയ്യണം. അതേപോലെ ഓരോ ഓർഗനൈസേഷനിൽ മാനുഫാക്ചറിങ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റണം. അടുത്തത് ഡിസ്പാച്ചിങ് ആണ്. കൃത്യമായി ഫൈനലി കൃത്യമായിട്ടല്ലേ ഡിസ്പാച്ച് ചെയ്യണത്. ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ. ഇതാണ് അടുത്ത പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലുള്ള അടുത്ത ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക്. ആൻഡ് ഫോളോ അപ്പ് ആണ് അടുത്ത ടെക്നിക്ക്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായി ഫോളോ അപ്പ് ചെയ്യില്ലേ. നമ്മൾ ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഫോളോ അപ്പ് വേണം, എന്നാൽ മാത്രമേ പ്രൊഡക്ഷൻ ഷെഡ്യൂള് കറക്റ്റായിട്ട് നടക്കുള്ളൂ. ഒരു സമയത്തിനനുസരിച്ചിട്ട് വേണം എല്ലാതും, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചിലപ്പോൾ പ്രോഡക്ട്സ് അവിടെ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് ഇസ് ഇൻസ്പെക്ഷൻ. അപ്പോൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് എന്താ? പ്രൊഡക്ട്സ് ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് ക്വാളിറ്റി ഉള്ളതല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ, സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യണതല്ലേ. നമ്മൾ കോസ്റ്റ് മാത്രം റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, യു ഹാവ് ടു അഡർ വിത്ത് ദ quality also. So just to check whether it is everything is in proper, you have another technique known as inspection. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, ഡിസ്പാച്ചിങ്, ഫോളോ അപ്പ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓൾസോ ഇസ് ഡൺ. ക്ലിയർ? സോ ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് കൺട്രോൾ ടെക്നിക് ഇസ് ഇൻവെൻട്രി കൺട്രോൾ ആണ് അടുത്തത്. ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായിട്ട് റോ മെറ്റീരിയലിനെയാണ് നമ്മൾ ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് റോ മെറ്റീരിയൽ അവൈലബിൾ അല്ലേ. ഇൻവെൻറ്ററി കൺട്രോൾ ഉണ്ടായാൽ മാത്രമേ അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ നടക്കുള്ളൂ. കാരണം കൃത്യമായി സപ്ലൈ, കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ ലോവസ്റ്റ് കോസ്റ്റിൽ സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഇൻവെൻറ്ററി കൺട്രോൾ പ്രോപ്പർ ആവില്ല. സോ പർച്ചേസ് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. അതായത് കൃത്യമായി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം സപ്ലയറുടെ കയ്യിൽ നിന്ന്. കൃത്യമായി പ്രോപ്പർ രീതിയിലായിരിക്കണം അത് സ്റ്റോർ ചെയ്യേണ്ടത്, പ്രോപ്പർ രീതിയിലായിരിക്കണം അത് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇത് മൂന്നും ഇൻവെൻറ്ററി കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഈ പറയുന്നതൊക്കെ ട്രഡീഷണൽ കൺട്രോളിങ് ടെക്നിക്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് നമുക്ക് എപ്പോഴാണ് ലാഭം കിട്ടി തുടങ്ങുക? ചിലപ്പോൾ തുടക്കത്തിലൊന്നും ലാഭം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷനെയാണ് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്. ആ നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാൻ പോകുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ്. ആ ഒരു ബ്രേക്ക് ഈവൻ ആ പോയിന്റിനെയാണ് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണു, 2000 പ്രൊഡ്യൂസ് ചെയ്യണു, 3000 പ്രൊഡ്യൂസ് ചെയ്യണു, ചിലപ്പോൾ ഒരു 10000 പ്രൊഡക്ഷൻ എത്തുമ്പോഴാവും നമുക്ക് ലാഭവും നഷ്ടവും ഇല്ല, കൃത്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തുക. അപ്പോൾ അതാണ് നമ്മളുടെ ബ്രേക്ക് ഈവൻ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്നതൊക്കെ ലാഭം മാത്രമാണ്. ആ ഒരു പോയിൻ്റാണ്. ക്ലിയർ? സോ അറ്റ് ദിസ് പോയിന്റ് റവന്യൂ ആൻഡ് കോസ്റ്റ്, റവന്യൂ എന്ന് പറഞ്ഞാൽ ലാഭവും കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെലവും ആർ ദ സെയിം. അത് ഇറ്റ് ഈസ് ദ സെയിം. ഇറ്റ് ഈസ് ദിസ് പോയിന്റ് വിച്ച് യു ഡോണ്ട് ഹാവ് എനി പ്രോഫിറ്റ് ഓർ എനി ലോസ്. അപ്പോൾ എല്ലാ കൺസേണും എല്ലാ ഓർഗനൈസേഷനും ഈ ഒരു ലെവല് എത്രയും നേരത്തെ അച്ചീവ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കും. കാരണം ബിക്കോസ് ആഫ്റ്റർ ദിസ് പോയിന്റ് ദ കമ്പനി വിൽ ബി ഇൻകറിങ് പ്രോഫിറ്റ് ഓൺലി, ലോസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്രേക്ക് ഈവനിലേക്ക് എത്താനാണ് എല്ലാ കമ്പനീസും നമ്മൾ ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ് ഇസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൺട്രോൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ സിംപ്ലി നമുക്ക് ഒരു ഓവറോൾ കൺട്രോളിംഗ് ആണ്. ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റും റവന്യൂവും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മളുടെ ഏതെങ്കിലും ഫാക്ടേഴ്സ് നമ്മളുടെ എൻ്റർപ്രൈസിനെ ഫെയിലിയറിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് അറിയണം. ഒരു കൺട്രോളിങ് ഡിവൈസായിട്ട് കൃത്യമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പെർഫോമൻസിന് എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ക്ലിയർ? ആൻഡ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അനാലിസിസ്.
സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അനാലിസിസും ഒരു കൺട്രോളിങ് ടെക്നിക്കാണ്. ഇതെന്താ വെച്ചാൽ ഇത് പല റേഷ്യോസ്, പെർസെൻറ്റേജ്, ആവറേജസ്, ഇപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. ട്രെൻഡ്, ഇപ്പോൾ ഒരു ആ ട്രെൻഡൊക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട്, ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 5 വർഷത്തെ ഡാറ്റ തന്നു, നമ്മൾ ഓരോ വർഷത്തെയും സെയിൽസ് പ്ലോട്ട് ചെയ്തു, നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡാണ് കിട്ടിയെച്ചാൽ നമുക്ക് പറയാം ഒരു സ്റ്റഡി ഇൻക്രീസ് നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനൊക്കെ വരച്ചാലാണ് നമ്മുടെ കമ്പനി മുകളിലോട്ടാണോ താഴത്തോട്ടാണോ പോകണമെന്നുള്ള ഒരു അവസ്ഥയൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പഴയ ഡാറ്റ വെച്ചിട്ട് നമ്മൾ റേഷ്യോ, പെർസെൻറ്റേജും ട്രെൻഡൊക്കെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യണത്. എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്, വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്, വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസും കൂടി നമ്മൾ എടുക്കണം. ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അനാലിസിസ്. ആൻഡ് നൗ ലെറ്റ് us see what are the modern controlling techniques. മോഡേൺ കൺട്രോളിങ് ടെക്നിക്സിൽ ആദ്യത്തെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൺട്രോളാണ്. എത്ര ഇൻവെസ്റ്റ്മെൻറ്റിന് എത്ര റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു കൺട്രോള് നമ്മൾ നോക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ 1 ലക്ഷം റുപ്യ ചിലവാക്കിച്ചാൽ നമുക്ക് 10,000 രൂപ വെച്ചിട്ടാണ് ഓരോ കൊല്ലവും റിട്ടേൺ കിട്ടണമെന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് 10,000 ഡിവൈഡഡ് ബൈ 1 lakh into 100, അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. ആ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ സാറ്റിസ്ഫാക്ടറി ആണോ, അത് നമ്മൾ കഴിഞ്ഞ കൊല്ലം കിട്ടിയ റേറ്റ് ഓഫ് റിട്ടേൺ ആണോ ഈ കൊല്ലമായിട്ട്. അപ്പോൾ എത്രയാണോ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ദ ക്യാപിറ്റൽ വിൽ ഗിവ് യു ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ROI ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ്. നമ്മൾ സാധാരണ നിങ്ങൾ പെർസെൻറ്റേജ് കാണില്ലേ, ആ ഒരു ഇത് നോക്കിയാൽ മതി. നിങ്ങളുടെ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100, അതേപോലെ തന്നെയാണ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് മോഡേൺ കൺട്രോളിങ് ടെക്നിക്സ്. ആൻഡ് നെക്സ്റ്റ് ഇസ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, PERT എന്ന് പറയും. ക്ലിയർ? PERT ആൻഡ് CPM രണ്ടെണ്ണം പറയും. PERT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മിസൈൽസിനൊക്കെ, അതായത് മിലിറ്ററിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PERT. കൃത്യമായിട്ട് എന്താ വെച്ചാൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കിനും മെയിൻ്റനൻസ് വർക്കിനൊക്കെയാണ് PERT, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് മെത്തേഡും നമ്മൾ യൂസ് ചെയ്യണത്. അതായത് നമുക്ക് കുറേ സ്റ്റേജസ് ഉണ്ട് വെച്ചാൽ നമുക്ക് ഓരോ സ്റ്റേജും, ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ആദ്യത്തെ വർക്ക് ഇതാണ്, ഇതിന്ന് രണ്ടാമത്തെ വർക്ക് ചെയ്യാൻ നമുക്ക് 30 ദിവസം എടുക്കും, ഇവിടുന്ന് തേർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് ഇത്ര ദിവസം എടുക്കും, ഇവിടുന്ന് 4th വർക്ക് ചെയ്യാൻ ഇത്ര, ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് നമുക്കൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനായിട്ട് കീപ്പ് ചെയ്യണേനെയാണ് നമ്മൾ PERT സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ ഫൈനലി അറ്റ് ദ എൻഡ് നമുക്ക് അറിയാൻ പറ്റും എത്ര ദിവസമാണ് ഓരോ വർക്കിനും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ഓവറോൾ എത്ര എടുക്കും, അത് കറക്റ്റാണോ എന്നൊക്കെ നോക്കാനാണ് നമ്മൾ PERT മെത്തേഡ് യൂസ് ചെയ്യണത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഓർ MIS. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടൈംലി അക്യുറേറ്റ് ഇൻഫർമേഷൻ എല്ലാവർക്കും എത്തുക. അതായത് നമ്മൾ കമ്പ്യൂട്ടറുമായി റിലേറ്റ് ചെയ്തിട്ടാണ് പറയണത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് എവിടുന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പഠിക്കാനുള്ള എന്ത് ഇൻഫർമേഷനും നെറ്റിലുണ്ട്. അതേപോലെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് എല്ലാവർക്കും എത്തിക്കുക. അതായത് ഇപ്പോൾ എനിക്ക് ഒരു 10 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് വേണം പറഞ്ഞാൽ വിത്തൗട്ട് ഡിലേ അത് പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് പറ്റണം. അതായത് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഡാറ്റാബേസ് കൃത്യമായി മാനേജ് ചെയ്തിട്ടാണ് MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടാക്കുക. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ആവശ്യ സമയത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഡിസിഷൻ മേക്കിങ്ങിനാണ് MIS യൂസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഇസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. അടുത്തത് മാനേജ്മെൻറ്റ് ഓഡിറ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച ഒരുപാട് മെത്തേഡ്സ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടാണോ ക്യാരി ഔട്ട് ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് നടക്കുന്നത്. എല്ലാ ലെവൽസിലെ വർക്ക്, ഹയർ ലെവൽ, ലോവർ ലെവൽ, മിഡിൽ ലെവലൊക്കെ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ വർക്ക് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വേറൊരാളെ വെക്കും. പ്ലാൻസും പ്രോഗ്രാംസും കൃത്യമായിട്ടല്ലേ നടക്കണത്, മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാൻ പറ്റും, ഇതിനൊക്കെ വെച്ചിട്ട് ഓഡിറ്റിംഗ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന പോലെ ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റർ ഉണ്ടാവും. നമ്മൾ എക്സ്റ്റേണലി ഒരാളെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യും. വേറൊരാൾ പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാൻ പറ്റുന്നത്. സോ മാനേജീരിയൽ ഓഡിറ്റ് മാനേജീരിയൽ പെർഫോമൻസിൻ്റെ എല്ലാ ആസ്പെക്റ്റും അളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ടല്ലെങ്കിൽ അത് ഓണേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുക. ക്ലിയർ?
So these are that is all about the management information system. And now let us see how what is coordinating. Coordinating കൂടിയും കഴിയുമ്പോൾ നമ്മുടെ വലിയൊരു ഭാഗം കഴിയും. And with this we will